ശങ്കരൻ കോമഡി ചെയ്യാൻ പോണേ. ശിവശങ്കരം ആ വരവ് കണ്ടറിയാം. കോമഡിയാന്ന് കോമഡി ട്രാജഡി ആവും. ഒരുപാട് അവരെ കഥയുമായിട്ട് ഇതാ തകർത്തല്ലേ? നമ്മുടെ അതെ. ശങ്കരൻ. അതെ. ഹായ് ശങ്കരൻ. ഹായ്. കോമഡി ചെയ്യാൻ പോവാ നീ. പറ എന്തെങ്കിലും കോമഡി. കോമഡി പറയാനാണെങ്കിൽ അല്ലെ മോൻ പഠിച്ചോണ്ട് വന്നങ്ങ് പറ. അത് തന്നെ ഒരു കോമഡിയാ. പഠിച്ചിട്ടുണ്ട് അവൻ. ഒരെണ്ണം പഠിച്ചിട്ടുണ്ട്. ഒരെണ്ണം പഠിച്ചിട്ടുണ്ട്. മതി, എനിക്കറിയായിരുന്നു അത്. പക്ഷെ അത് ഈ പാട്ടിന്റെ സിനിമയിലുള്ളതല്ല. അപ്പൊ പറഞ്ഞോളൂ. തമാശ പറയുന്നു. സ്ക്രിപ്റ്റ് പോട്ടെ. ഏത് സിനിമയിലെയാ? കല്യാണരാമൻ. ഓക്കെ കേക്കാം. കുട്ടി ഇവിടെ വരൂ, ഒരു ചായ തരൂ. അവിടെ ആൾക്കാരൊക്കെ സദ്യ വിഴുങ്ങിട്ടിരിക്കുമല്ലേ, അവർക്കൊക്കെ ചായ കൊടുത്തു. ഇവിടെ കുറെ ആൾക്കാരെ പണിയെടുത്ത് കഷ്ടപ്പെടുത്തിക്കുന്നുണ്ടല്ലോ, അവർക്കൊക്കെ ചായ കൊടുത്തോ? കൊടുത്തല്ലോ. അതാരോട് ചോദിച്ചിട്ട് കൊടുത്തു? അവര് ചായ കുടിച്ചോണ്ടിരുന്ന ഇയാള് പോയി പണിയെടുക്കോ? അപ്പത്തേക്ക് നവ്യ നായർ ആന്റി പോവും. അപ്പൊ ദിലീപ് സാർ പറയും അപ്പത്തേക്ക് പോയോ? കുട്ടി, ഇവിടെ വരൂ, ഒരു ചായ തരൂ. അവൻ കോമഡി കഴിഞ്ഞോണ്ട്. അപ്പൊ ദഹനക്കാരൻ പറഞ്ഞ അനുസരിക്കാനൊക്കെ അറിയാല്ലേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് കല്യാണത്തിന്റെ കോൺട്രാക്ട് ഏറ്റെടുത്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ നല്ല മണിമണി പോലത്തെ ഡോക്ടർ ചെക്കനെ ഞങ്ങൾ ഒപ്പിച്ചാന്നില്ലേ? ശരിയാ, എന്റെ ചേച്ചിയുടെ ഈ കല്യാണം കൂടെ നടന്നില്ലാന്നെങ്കിൽ എന്റെ ചേച്ചിയുടെ കണ്ണീര് വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. അയ്യേ, അപ്പത്തേക്ക് നവ്യ നായർ ആന്റി കരയാൻ തുടങ്ങും. അപ്പൊ ദിലീപ് സാർ പറയും അല്ല കുട്ടി തന്നെ തുടച്ചോളൂ. അപ്പൊ കണ്ണീര് തുടയ്ക്കാൻ പറയുവോ? അപ്പൊ ദിലീപ് സാർ പറയും എന്ത് ചെയ്യാൻ പറ്റും, മനുഷ്യനല്ലേ, മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുമോ? അതിന് എന്നോട് ഒരു നന്ദി പറച്ചിലിന്റെ ആവശ്യമില്ല. അപ്പൊ നവ്യ നായർ ആന്റി പറയും അയ്യടാ, ഇയാളോട് നന്ദി പറയാൻ ഇയാൾ എന്ത് കാര്യമാ ചെയ്തത്? എന്റെ ചേച്ചിയെ സ്വീകരിച്ച ഡോക്ടർ ചെക്കനോടാ ഞാൻ നന്ദി പറഞ്ഞത്. ഇയാളുടെ സൗകര്യം പോലെ നോക്കിയാ മതി. പോട്ടെ, ദഹനക്കാരെ നീ കെട്ടിയോളാടി. യെസ്. കോമഡി കഴിഞ്ഞു. കഴിഞ്ഞോ? ഹായ്. ഇത് തുടങ്ങിയപ്പോ ഇതാണ് യഥാർത്ഥ കോമഡി. ഇത് തുടങ്ങിയപ്പോ തൊട്ട് MG ഞങ്ങൾ ഒരു ഒറ്റ ഇരുപ്പ അനങ്ങിയിട്ടില്ല അവിടുന്ന്. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോഴത്തേക്കും ദിലീപ് സാർ, അപ്പോഴത്തേക്കും നവ്യ ആന്റി, അപ്പോഴത്തേക്കും ദേഹനക്കാരൻ. പക്ഷെ സമ്മതിച്ചേടാ, എത്ര നേരം ഓർക്കണ്ടല്ലേ? എല്ലാം ഓർത്ത് വെച്ച് പഠിച്ച്. കോമഡിയാ, നമ്മള് ചിരിച്ചില്ലേ? അല്ലെ നമ്മളെ പണ്ടൊക്കെ അല്ലേ ബാർബർ ഷോപ്പിൽ ചെന്ന് ഇങ്ങനെ അതെ. ഇന്നിങ്ങനെ ഒരു കോമഡി പറയാൻ ഇവ മാത്രമേ മൂവി മലയാളത്തിലുള്ളൂ. അവനതൊരു അംഗീകാരമായി ഏറ്റെടുത്തു. മോനെ വേറെന്തെങ്കിലും ഉണ്ടോ? വേറെ വലുതായിട്ടൊന്നുമില്ല മക്കളെ, എന്തായാലും മോന്റെ കോമഡി എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കും എനിക്കും ആത്മാർത്ഥമായിട്ട് ഞാൻ ചിരിച്ചത്. എനിക്ക് ശരി, ഇഷ്ടപ്പെട്ടു. അപ്പൊ മോൻ ഏത് പാട്ടാ പാടുന്നത്? ആണല്ല പെണ്ണല്ല, അടിപൊളി വേഷം. രാജസേന്റെ പടം അല്ലേ? ഈ സിനിമയുടെ പേരെന്താ? ഈ സിനിമയുടെ പേര് ഞങ്ങൾ സന്തുഷ്ടരാണ്. പിന്നെ ഇത് എഴുതിയത് S രമേശൻ നായർ സാർ, പാടിയത് ജംഗിൾ, ഓക്കെ. കമ്പോസ് ചെയ്തത് ഔസേപ്പച്ചൻ സാർ. 1999 ഒരു ഗാനം ഇതാ നമ്മുടെ അപ്പുക്കുട്ടൻ പാടാൻ പോവാ. അപ്പുക്കുട്ടൻ ഇരിക്കട്ടെ, നിനക്ക് ആ പേര് ചേരും അല്ലേ? അപ്പുക്കുട്ടൻ വിളിച്ചു കറക്റ്റ് അല്ലേ നീ? ഇനി നോക്കി എന്നെ അപ്പുക്കുട്ടാന്ന് വിളിച്ചാലോ? അതാ നല്ലത്. നമ്മുടെ ശിവശങ്കരോ അത്രയും വലിയ പേരൊക്കെ എന്തിനാ? മൊത്തം പേരെത്ര? മൊത്തം പേര് ശിവശങ്കർ കൃഷ്ണ. കണ്ടോ, അത്ര ഇല്ലയോ? ഇതിനൊക്കെ അപ്പുക്കുട്ടാ നമ്മൾ കഴിഞ്ഞാൽ ഒരു ലാളിത്യം ഉണ്ടോ മോനെ? അങ്ങനെ ആ എങ്കിൽ അപ്പുക്കുട്ടൻ പാട്. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. ആണല്ല പെണ്ണല്ല അടിപൊളി വേഷം, പെണ്ണായാൽ കാണില്ലേ പേരിനു നാണം.
അപ്പുകുട്ട. Today we are giving you 99 out of 100. ആടി ഒരു പെൺപൂക്കുറ്റി. വുമൺ എംപവർമെന്റ്.